ഓണസ്റ്റ്ലി പറയാം, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ അതിനുശേഷം അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ കേട്ടില്ല, വേറെ ആൾ പറഞ്ഞിട്ടല്ല, ഞാൻ എന്റെ ചെവിയോട്ട് കേൾക്കുക, ഞാൻ കാണാൻ ചെയ്യുന്നത്. അതിനുശേഷം വന്ന് തുപ്പിയത് ചെന്ന് ആ സമയത്തെ ക്യാപ്റ്റൻ ജാസ്മിൻ ചെന്ന് ചോദിച്ചപ്പം ആളെന്താ പറഞ്ഞത്, എന്താ അത് ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുക ചെയ്തത്. ഓക്കെ, കാരണം ഇവിടുത്തെ ക്യാമറയിൽ അത് പെട്ടിട്ടുണ്ടാവുന്നത് ആൾക്കും അറിയാം, ആൾക്കത് അല്ലാന്ന് പറയാൻ പറ്റൂല, കാരണം ഇവിടുത്തെ ക്യാമറയിൽ പെട്ടിട്ടുണ്ടാവല്ലോ. സോ അതൊരു കാര്യം. പിന്നെ അതൊക്കെ എന്താ വെച്ചാൽ അതിന് ഇതുവരെ ബാക്കിയുള്ള ആളുകളൊക്കെ അതിങ്ങനെ ഒഴിവാക്കി വിടാണെങ്കിൽ ഇതൊക്കെ നാട്ടുകാർ കാണുന്നില്ലേ ചേട്ടാ. അപ്പൊ പിന്നെ അവർ തീരുമാനിക്കേണ്ടതാണ്. ചില തെറ്റും ശരികളുണ്ട്. എന്നുവെച്ചാല് ഇപ്പം നീ പറഞ്ഞ ബിഗ് ബോസ് റൂൾ പ്രകാരം നിന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്, നിന്നെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇനി നിന്റെ മുഖത്ത് തുപ്പിക്കഴിഞ്ഞാൽ അത് ഫിസിക്കൽ അസോൾട്ട് പെടുത്താം. നിന്റെ മുഖത്ത് തുപ്പിയാൽ, നിന്റെ മേത്ത് തുപ്പിയാൽ, നിന്റെ കൈ തുപ്പിയാൽ, നിന്റെ സൈഡിലോടെ തുപ്പി ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കാണ്. ഓക്കെ, ഞാൻ ഇവര് പോകുന്ന സമയത്ത് പിന്നെ ഞാൻ ഇങ്ങനെ അറിയാനാ നിന്റെ മേത്ത് തുപ്പി, നിന്റെ മേത്ത് ഞാൻ കാര്യം പറയട്ടെ. ആ തുപ്പലിന്റെ തൂ പറഞ്ഞതിൽ അതിൽ ഒരു തുള്ളിങ്ങി എന്റെ ഇവിടെ തട്ടിമാരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ അസോൾട്ട് കാര്യം അവര് ഒരു കാര്യം പറയട്ടെ, അവർ ഓൾറെഡി ഓരോ സാധനങ്ങളും അതും എടുത്തിട്ട് അവരിനി പറയട്ടെ. ആദ്യം പറഞ്ഞാൽ അവര് ഞാൻ നിൽക്കുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാ. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഞാൻ അവിടെ നിന്ന സമയത്ത് ഇനി ഇവിടെ അവര് തുപ്പിട്ട് പോയി എന്നാ പറഞ്ഞത്. ഇത് കേക്ക് ആ സാധനം ഇവിടെ നിൽക്കാണ്, അതായത് സോഫ അവിടെ നിൽക്കാണ്, ഞാൻ ഇങ്ങനെ പോവാണ്. ഡാൻസിലറിന്റെയും നടുവിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ തുപ്പിട്ട് അവര് പോയത് മേലെ വീണതാണെങ്കിൽ അവരെ കൈമേലുള്ള അല്ലെങ്കിൽ വെള്ളമാണോ എന്റെ മേലെ തട്ടിയത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. തുപ്പിട്ട് കേട്ടില്ലേ നീ? ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്, നീ ഇടയ്ക്കാറല്ലേ. ഇപ്പൊ നീ പറഞ്ഞ വ്യക്തി ഹത്യ ചെയ്തത് അധിക്ഷേപിച്ചത് ബിഗ് ബോസ് നിയമങ്ങൾക്കെതിരാണ്. പിന്നെ നിന്റെ ദേഹത്ത് തുപ്പ് ഞാൻ നീ നമ്മളെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നിനക്ക് നാണോണ്ട് എന്ന് തുപ്പാണ്. അത് ഒരു മിനിറ്റ്, അത് അധിക്ഷേപമാണോ അല്ലയോ എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നിന്റെ ഇതാണ്. കാരണം ഞാൻ അതിൽ വ്യക്തി ഹത്യയോ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ വാക്കുകളോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, ഞാനൊരു ആക്ഷനാ ചെയ്തത്. ആ ആക്ഷൻ ഇഗ്നോർ ചെയ്യണോ അത് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ തറയെ തുപ്പി അന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും നിനക്കെതിരെ ആക്ഷൻ എടുക്കാൻ പാടില്ല, പറയുന്ന മുഴുവൻ കേട്ടു. ഓക്കെ, പക്ഷേ നിന്റെ മേത്ത് തുപ്പിയിട്ടുണ്ടെങ്കിൽ, തുപ്പൽ വീണിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് റൂളിനെതിരാണ്. അത് നിന്റെ ഫിസിക്കലി അസോൾട്ട് എന്ന് പറയാൻ പറ്റില്ല, നിന്നെ ഫിസിക്കലി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. നീ ആ വിഷയം ടേക്കപ്പ് ചെയ്യണം. നിന്റെ ദേഹത്ത് തുപ്പിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പാസ് ചെയ്യാൻ സംസ്ഥാനം ഇവർ ഇത് ചെയ്തത് ആ സമയത്ത് ഇവരുടെ ദേഹത്തുള്ള വെള്ളമാണ് എന്റെ മേലിതായത്, അതല്ല ഇവർ തുപ്പിയതാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതേ പറയാം, ക്യാമറകളും ജനങ്ങൾക്കും ഞാൻ വിട്ടു. തുപ്പിയതാണോ ഇല്ലയോ? തുപ്പിയിട്ടുണ്ടല്ലോ, മേത്ത് തുപ്പിയെന്ന് വെച്ചാൽ മേത്ത് കൊണ്ടിട്ട് തുപ്പല ഈ ഭാഗത്ത് തുപ്പാ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ബിക്കോസ് ക്യാമറയിൽ അതായത് ഇങ്ങോട്ടാണ് ആ വീണത് ആയിട്ട് ഫീൽ ചെയ്തത് അവരുടെ തുപ്പലായിരുന്നു. ഇനിയിപ്പോ വെള്ളം കുറഞ്ഞതാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് എനിക്ക് എങ്ങനെ അറിയാതെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ തന്നത്. അത് ക്ലിയർ ചെയ്ത സ്ഥലത്ത് അവർ എനിക്ക് പറയണം ഞാൻ അത് ചെയ്തിട്ടില്ല പറയുകയാണെങ്കിൽ. ഞാനാണ് ലാലേട്ടനോട് സംസാരിക്കുന്നത്. ഇന്ന ഒരാൾ തുപ്പി എന്റെ മേത്തിരിക്ക് തുപ്പൽ കൊണ്ടായിട്ട് തോന്നുന്നു, ഞാൻ വരി ക്ലിയർ ആയിട്ട് പറയും, ലാലേട്ടാ എന്റെ സൈഡിൽ ഒന്ന് തുപ്പി എന്റെ മേത്തിരിക്ക് തുപ്പൽ കൊണ്ടിട്ടുണ്ട്. എനിക്ക് തുപ്പിയത് എന്റെ മേത്ത് വന്ന മരിക്ക് ഫീൽ ചെയ്തു. വെള്ളം വീണു എന്ന് പറഞ്ഞത് എനിക്ക് ഇവിടെ ഒരു തുപ്പൽ സ്പ്ലിറ്റ് ചെയ്തത് അവരിനിപ്പോ വായിലേക്ക് വന്നതാണോ ഇനി അതല്ല എന്തെങ്കിലും കുഴഞ്ഞതിലാണ് എനിക്ക് അറിയൂല. അതാ പറഞ്ഞ ജനങ്ങൾ ഒന്നെങ്കിൽ ആ ചേച്ചി പറയണം ഇതാണെന്നുള്ളത്, ആ ചേച്ചി പറയണം. ഇങ്ങനൊരു ഞാൻ പറയട്ടെ, ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ അവരത് അംഗീകരിക്കാം, അതല്ലെങ്കിൽ ആ വിഷ്വൽ എന്താന്നുള്ളത് അവര് കണ്ടാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് പോയിട്ടില്ല, ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ കാര്യം പറയാം, നീ പറയുന്നതിൽ കഴപ്പുണ്ടെങ്കിൽ അതിൽ കള്ളം ചേർക്കരുത്. ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. തുപ്പൽ എന്ന് പറഞ്ഞ സാധനം നീ ഇപ്പൊ വെറുതെ പറഞ്ഞ കാര്യം നീ ആദ്യം പറഞ്ഞ തുപ്പി ഇതിന്റെ മേത്ത് വീണോ, അപ്പൊ പിന്നെ അത് ഫീൽ ചെയ്യുന്നായി. പിന്നെ അതിൽ വെള്ളം സ്പ്രേ ആണെന്നോ കൈ കൊടുക്കുകയാണെന്നോ പിന്നെ ഇവൻ ചോദിച്ചാൽ വിട്ടെന്ന് പറയുന്നു. ഓളെ നീ പറയാം, ഞാൻ നിന്നോടുള്ള എനിക്ക് നിന്റെ വേറെ പേഴ്സണൽ കടിച്ചൊന്നുമില്ല. പക്ഷേ വാട്ട് എവർ യു സ്പീക്കിംഗ് റൈറ്റ് നൗ ഇപ്പൊ സെൻസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ജാൻമണിയോട് പ്രത്യേക പരിഗണനയോ സ്നേഹമൊന്നുമില്ല. തെറ്റാനിതൽ നമ്മൾ തെറ്റെന്ന് തന്നെ പറയും. നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്യൂ ഈ ഗ്രൂപ്പ് ലോകം തീരുന്നിടത്തോളം കാലം തീരാത്ത വിഷയം. നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടത് അവരുടെ അപ്പോളജിയാണ്. അപ്പോളജി അവർ സോറി പറഞ്ഞ സമയത്ത് പിന്നെ പറഞ്ഞതും ആക്ഷൻ പോയത് നിങ്ങൾക്ക് സില്ലി ആക്കണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് തുപ്പൽ അത് ഒരാളുടെ ക്വാളിറ്റിയാണ്. ഒരാൾ കാർക്കിച്ച് തുപ്പ എന്ന് പറയുന്നത് അയാളെ തന്നെ അധിക്ഷേപിക്കുന്നതിലാണ്, അത് നിന്നെ അധിക്ഷേപിക്കുന്നതല്ല. ഞാൻ പാസ് ചെയ്യുന്ന നിന്റെ മേത്ത് വീണോ പ്രശ്നമാണ് അങ്ങനെ പറയുക. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ തുപ്പിക്കഴിഞ്ഞാൽ മൈ ക്വാളിറ്റി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നത്. ബിക്കോസ് ഞാൻ എന്ന് കാണിച്ചാലും അത് തന്നെയാണ് കാര്യം.
ക്വാളിറ്റി ആണെന്ന് വിചാരിക്കുക. ആ സെൻസിലെ എടുക്കാവൂ. അല്ലാതെ നീ ഇപ്പൊ വെളിയിൽ ഇറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും കേസ് എടുക്കാനൊന്നും പോണില്ല. പക്ഷെ നമ്മുടെ ബിഗ് ബോസ് റൂളിൽ വ്യക്തിഹത്യ പേഴ്സണലി നിന്നെ ഹറാസ് ചെയ്തോ, ത്രെറ്റൻ ചെയ്തോ? യെസ്, യു ടേക്ക് ഇറ്റ് അപ്പ്, യു ടേക്ക് ഇറ്റ് അപ്പ്. പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പോയിന്റാണ് അതും അത് ഈ തുപ്പലിന് കൊണ്ടുപോയി മുക്കലും. അതിൽ കൊണ്ട് മുക്കൽ ഇതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ സോറി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോറി ഞാൻ ഒരു കാര്യം പറയട്ടെ നോറ, ഇപ്പൊ അവര് കുറച്ച് താഴ്ന്നിട്ട്